എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആയിട്ടാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് എങ്ങനെയാണ് ഇതുപോലത്തെ പ്ലാസ്റ്റിക് കുപ്പി ഉപയോഗിച്ചിട്ട് കമ്പോസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഞാൻ തന്നെ ഒരിക്കൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് പ്ലാസ്റ്റിക് ചാക്കുകളൊക്കെ നമ്മൾ കമ്പോസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ അത് ചിലർക്കൊക്കെ ബുദ്ധിമുട്ടുള്ള പ്രോസസ്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. നമുക്ക് നമ്മുടെ ചെടികൾക്ക് ആവശ്യമുള്ള കമ്പോസ്റ്റ് ഇങ്ങനെ ചെയ്യുന്ന വഴി വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയാണ്. ഏത് തരത്തിലുള്ള പ്ലാസ്റ്റിക് കുപ്പി ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു മിനറൽ വാട്ടറിൻ്റെ കുപ്പിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ താഴെ ഞാനൊരു സ്ക്രൂ ഡ്രൈവർ ഗ്യാസിൽ വെച്ച് ചൂടാക്കിയിട്ടൊന്ന് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സൈഡിലും ഒരു 3-4 ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ഒരു കുപ്പി എടുത്തിട്ട് ഹോൾ ഇട്ടിട്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സെറ്റാക്കി എടുക്കുക. അതുപോലെ തന്നെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമുണ്ട്, അത് പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലെ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന വെജിറ്റബിൾസിൻ്റെ തൊലി, ഉള്ളിയുടെ തൊലി, പിന്നെ ചായയുടെ ഒരു ചായ ഉണ്ടാക്കി വരുന്ന വേസ്റ്റില്ലേ, ചായലയുടെ വേസ്റ്റ്, ആ ചായലയുടെ വേസ്റ്റൊക്കെ ആകുമ്പോൾ നമ്മൾ കഴുകിയിട്ട് എടുക്കണം കേട്ടോ, മധുരമൊന്നും പാടില്ല. പിന്നെ വേണ്ടത് മുട്ടയുടെ തുണ്ട്. അങ്ങനെ നമുക്ക് ഏതൊക്കെ വേസ്റ്റ് കിച്ചണിൽ വരുന്നുണ്ടോ അതൊക്കെ എടുക്കാം. പിന്നെ കുക്ക് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും എടുക്കരുത്. ചോറ്, കറികളുടെ ബാക്കി, അങ്ങനത്തെ, പിന്നെ നോൺ വെജ് അതൊന്നും പാടില്ല കേട്ടോ. നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയൊക്കെ ഉള്ളത് നല്ലതാണ്. അത് നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. അതുപോലെ നമുക്ക് കരിയിലകളൊക്കെ യൂസ് ചെയ്യാം. പുല്ല്, അതുപോലെ ന്യൂസ് പേപ്പറിൻ്റെ പീസ്, അതൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ 2 ദിവസമായിട്ട് എടുത്ത് വെച്ചതാണ്. പിന്നെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ അങ്ങോട്ട് സമയം കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി നമുക്ക് ഇത് നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പിയിലോട്ട് ഇട്ട് കൊടുക്കണം. കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ആദ്യം കുറച്ച് വേസ്റ്റ് ഇടുക, പിന്നെ മണ്ണിടുക, പിന്നെയും വീണ്ടും വേസ്റ്റ് ഇടുക, മണ്ണിടുക. എന്നിട്ട് ആ ഒരു കുപ്പി നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് മാക്സിമം കൊള്ളാവുന്ന അത്ര അതിലിടുക. അതിനുശേഷം ഏതെങ്കിലും ഒരു ചെടിച്ചട്ടിയുടെ സൈഡിൽ ഒരു കുഴി പോലെ എടുത്തിട്ട് അതിലോട്ട് നമ്മുടെ കുപ്പീനെ ഇറക്കി വെക്കുകയാണ് വേണ്ടത്. പിന്നെ ഇടയ്ക്കൊന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തനിയെ ഇതൊരു കമ്പോസ്റ്റായിട്ട് മാറും. കമ്പോസ്റ്റ് ആകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കുറച്ച് ഈസിയായിട്ട് നനവ് ഇറങ്ങി വരും. അപ്പോൾ ഈ ചെടിച്ചട്ടിയിലുള്ള പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ ഒരു 2 മാസമൊക്കെ ആകുമ്പോഴേക്കും ഇത് നല്ലൊരു കമ്പോസ്റ്റ് ആയിട്ട് മാറുകയും ചെയ്യും. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു മൂടി തന്നെ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് മൂടിയും കൊടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്നാലും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ കണ്ടില്ലേ, ഇത് അതുപോലെ മുമ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കുപ്പിയാണ്. ഇതിലുള്ള കമ്പോസ്റ്റ് ഞാനിപ്പോൾ പുറത്തെടുത്തിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട്. ഒരു 2 മാസമൊക്കെ ആയാലേ ഇതുപോലെയൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എത്രയ്ക്കും ചെറിയ പീസാക്കിയിട്ട് നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഇടുന്നോ അത്രയും വേഗം നമുക്കത് കമ്പോസ്റ്റായിട്ട് കിട്ടും. ആ ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ചെറിയ ഉണങ്ങിയിട്ടുള്ള ഇലകളും അതുപോലെ ന്യൂസ് പേപ്പറിൻ്റെ പീസൊക്കെ അതിൽ ഇടാവുന്നതാണ്. അപ്പോൾ നമുക്കിത് ഇനി ചെടികളൊക്കെ നടുമ്പോൾ നന്നായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. വെജിറ്റബിൾസിനും ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാ ചെടിയുടെ കടക്കലും അതുപോലെ വെജിറ്റബിൾസിൻ്റെ കടക്കലൊക്കെ ഇതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള കമ്പോസ്റ്റും നമുക്ക് കിട്ടും. ആ ചെടിക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ അല്ലേ ഈ ഒരു കുപ്പിയിലുള്ള ഐഡിയ. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതിന് താഴെയുള്ള ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട്
ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിന് നേരെ വരുന്ന ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് കോൾഡൊക്കെ ഉള്ളതുകൊണ്ട് സൗണ്ടൊക്കെ ഒന്ന് അടഞ്ഞിട്ടാണ് ഉള്ളത്. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനിയപ്പോൾ നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി. താങ്ക്